Hi everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Bougainvillea. Let's watch it. Please sit. ഞാൻ ഡേവിഡ് കോശി മരിയൻ കോളേജിന്റെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് എന്തിനാന്ന് പുറത്തെടുക്കാൻ പറ്റിയോ? സോറി, കോഫി കുടി. ഈ പെൺകുട്ടി ഓർക്കുന്നുണ്ടോ? इसने सनफ्लावर देख पहना है, इसने सनफ्लावर का पेंटिंग बनाया था. സർ, അന്ന് ആ കൊച്ചുമായി സംസാരിച്ചിരുന്ന സ്ത്രീ രമയാണെന്നാണ് തോന്നുന്നത്. രമയാണ് സർ. കുറച്ചു നാളായിട്ട് എന്റെ കൂടെ വീട്ടിൽ നിൽക്കുന്ന. अरे वो भाग भी गई थी, याद है जब ये घर पे आया था तभी. നീ എന്തോ ഓർമ്മയിലെ രമയുടെ പേര് പറഞ്ഞു. നിനക്ക് ആകെയുള്ള കൂട്ടം അവളെ എന്നെ പോലീസിൽ ഏൽപ്പിച്ചു. ഈ ചായ എന്ന പെങ്കുച്ചിനെ എവിടുന്ന പരിചയം? എന്തൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന വല്ല ബോധമുണ്ടോ നിനക്ക്? 1000 തവണ പറഞ്ഞു. ഡോക്ടർ, ഇത് പോലീസ് ക്ലബാണ്, നിങ്ങളുടെ വീടല്ല. സുരേഷ് രാജൻ സാറ് ഞാനാ. നിങ്ങളോട് ഇരിക്കും. എപ്പോ? സാറ് പറഞ്ഞ ദിവസം തന്നെയായിരുന്നു ചേട്ടന്റെ കസിന്റെ കല്യാണം. ഞങ്ങൾ തലേ ദിവസം തന്നെ തൃശ്ശൂർക്ക് പോയി. സാറിന് ഞാൻ പറയുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ പുറത്തിരിക്കൊണ്ട് പുള്ളിക്കാരോട് ചോദിച്ചു. എന്റെ അമ്മയായിട്ട് രമത്ര രസത്തിലല്ല. ആദ്യം കല്യാണത്തിന് വരില്ലെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ പണയം വെച്ചൊരു വളരെടുത്ത് കൊടുത്തപ്പോഴാണ് അമ്മയുടെ മൂന്നാമത്തെ അനിയത്തി മംഗളാന്റിയുടെ മോള് അമ്പിളിയുടെ കല്യാണമായിരുന്നു. ആളേല് എനിക്ക് മുമ്പ് എന്തായിരുന്നു വണ്ടിപ്പണി തന്നെയാണ്. ആക്സിഡന്റിന് ശേഷം അവളുടെ പെരുമാറ്റവും സംസാരവും ഓർമ്മയൊക്കെ കുറച്ച് പ്രശ്നം. ബിജുവിന് കൂട്ടായിട്ട് വന്നതാണ് രമ. 4 വർഷം മുമ്പ് രമയും ബിജുവിനെയും മറ്റു ചിലരെയും അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതിരിച്ചു അവളെ കൊണ്ടാക്കി. എനിക്കറിയാവുന്നിടത്തോളം ഇവിടെ രമയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത. നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയോ? CCTV കയറിയായിരുന്നു. എന്നിട്ട് നിങ്ങളെന്താ പോലീസ് കംപ്ലൈന്റ് ആയിരുന്നു? അതിനൊന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കംപ്ലൈന്റ് ചെയ്യാൻ. ഡോക്ടർ, ഞാൻ പറഞ്ഞായിരുന്നു ഈ മിസ്സിംഗ് കേസായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഭയങ്കര പൊട്ടിക്കുന്ന പ്രശ്നമാണ്. പോലീസിന് ആകെയുള്ള ഈ ഛായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിങ്ങളുടെ വൈഫ് ഫോളോ ചെയ്യുന്നതിന്റെ CCTV വിഷയമാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ വൈഫ് പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്. ഒന്നും അങ്ങനെ തെളിവുകളുടെ കാര്യങ്ങൾ അത് സാറിന് അവളുടെ അസുഖത്തെ കുറിച്ച് കൂടുതൽ അറിയാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തത്, ഈ അസുഖത്തിനെ പറ്റി നന്നായി അറിയാവുന്ന ഒരു ക്രിമിനൽ തന്നെയാണ് സർ. നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ 2 പേരും ഉണ്ടാകും. കുട്ടികൾ സ്കൂളിൽ വരാറായി വീട്ടിലാവില്ല എന്ന് പറഞ്ഞ കാര്യം കുറവുണ്ടാക്കുന്നത് മാത്രമാണ്.
तो वो किसके बच्चे? അവിടെ ഒരു ഹാലൂസിനേഷൻ ओए बाबा रे बाबा, फिर तो पता नहीं लगा सकते रे। ഒരു വിദ്യ ഡ്രിങ്കിങ് സത്യം ये वॉइस लगा के ഓക്കെ वॉइस की मोड़ी दिली என்ன சொல்லு ഒരു ലീഡ് ടേക്കില്ല ഒരു പ്രശ്നം മൈൻഡ് വർക്ക് മാറ്റാൻ ഫുൾ കൺഫ്യൂഷൻ നീ ഫോൺ പറ ഇല്ല ഓക്കെ വാസു ओके 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 अभी ना मैं मॉडल ले रहा हूं बोल क्या चाहिए हाँ ഞാൻ ചോദിക്കുന്നത് इसका टेंशन मेरा बाकी था तो ഡ്രിങ്കിങ് ഫോൺ അതാ ലീവ് सिगरेट കുഴപ്പമില്ല Sir, go. Yes. സുരേഷിനെ വീട്ടിലാണ് വൈകി മുടക്കും ഓൾറെഡി ഒരു 17 മിനിറ്റ് സുരേഷ് കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഈ പരിസരങ്ങളിലേക്ക് ടൂറിസ്റ്റുകളായി വന്നിട്ട് മിസ്സിംഗ് ആയിട്ട് കഴിയും സാറിന് കുറച്ച് സമയം വേണം ഇവിടെ തന്നെ കഴിഞ്ഞ ദീപാവലിക്ക് വന്നു പോയത് 2.5 ലക്ഷത്തോളം ടൂറിസ്റ്റുകൾ സുരേഷിന്റെ കുട്ടിക്കാലത്ത് ഹാപ്പി ഹെൽത്ത് സെന്റർ നടത്തുന്ന ഒരു സൈക്കോളജിസ്റ്റ് മീര യശോദ് അറിയാം സൈക്കോളജിസ്റ്റ് അതെ അതെ നമുക്ക് അവരെ നോക്കാം എന്നെ പണ്ടൊരു കേസിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അമ്മ മരിച്ചു കഴിഞ്ഞ അച്ഛനോടൊപ്പം അവർ എസ്റ്റേറ്റ് ഒക്കെ നോക്കി കുട്ടിക്കാലത്ത് തന്നെ താമസം ओके ओके ലേറ്റ് ആയോ കുഴപ്പമില്ല ഞാൻ ലക്ഷ്മിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തോ കുറവുണ്ടല്ലോ ആണോ എനിക്ക് തോന്നി അടിക പൊട്ടിച്ചില്ല അയ്യോ മറന്നുപോയി ഒരു 5 മിനിറ്റ്സ് കൂടെ അനുവദിച്ചു തന്നാൽ ഇപ്പൊ റെഡിയാക്കി തരാം കടുക് പൊട്ടിക്കാൻ പറഞ്ഞ പോലെ ഗുളിക കഴിക്കാൻ മറക്കണ്ട ഒരു ദിവസം ഓർഫനേജിൽ വെച്ച് കാലിൽ അപകടം പറ്റി ഹോസ്പിറ്റലിൽ പോയപ്പോഴായിരുന്നു റോജിനെ ആദ്യം കണ്ടത് കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ വരച്ചത് പുതിയൊരു പെയിന്റിംഗ് ആണെന്ന് റോയിച്ചിന്റെയും രമയുടെയും സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാൻ വരച്ച സൂര്യകാന്തി ചെടിയുടെ ചിത്രം കണ്ട് റോയ്സ് എന്നെ ഒത്തിരി അപ്രിഷിയേറ്റ് ചെയ്തു ഛായ കാർത്തികനെ കാണാതായത് നവംബർ 11 അതിന് മുമ്പോ ശേഷമോ ആ കുട്ടിയെ കുറിച്ചുള്ള റെക്കോർഡിങ്സ് ഒന്നും കണ്ടില്ല ചിലപ്പോ അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്ത് കാണില്ല ഛായ പരിചയമുണ്ടെന്ന് ഇത് പറഞ്ഞത് മാത്രമല്ല ഛായയുടെ ഹോസ്റ്റൽ പരിസരത്തും ഛായ ഫോളോ ചെയ്യുന്നുള്ള CCTV വിഷ്വലുണ്ടായിരുന്നു എനിക്കറിയില്ല റീത്തു എല്ലാ ദിവസം വോയിസ് റെക്കോർഡ് ചെയ്യാറില്ലേ ഇല്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എഴുതാം ഈ ചായനെ കുറിച്ച് റീത്തുവിന് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ ആ കുട്ടി കാണാനില്ല എന്നുള്ള വാർത്ത ടിവിയിൽ കണ്ടതായി ഓർക്കുന്നു ആ വോയിസിലുള്ള സൺഫ്ലവർ പെയിന്റ് ചെയ്തത് അത് കഴിഞ്ഞാണല്ലേ ഓ അതും ഇതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്തുകൊണ്ടോ റീത്ത് പറയണം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സാർ
റീതു എന്തുകൊണ്ടാണ് എപ്പോഴും ബോഗെയിൻവില്ലിനെ മാത്രം വരയ്ക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തിനാണ് കുറെ തവണ ഈ ഹോസ്റ്റലിൽ ഫ്രണ്ടിൽ പോയത്? കൃത്യമായിട്ട് പറഞ്ഞ 7 തവണ. 7 times. 7ാമത്തെ തവണയാണ് നിങ്ങൾ ചായ ഫോളോ ചെയ്തത്. ഇവിടെ വെച്ചാണ് ചായക്കാർക്ക് ലോകം അവസാനമായി കണ്ടത്. യെസ്, അത് റീത്തുവാണ്. ചായയും രമയും സംസാരിക്കുന്നത് കണ്ടെന്ന് പറഞ്ഞ ആ ദിവസം. റീതു അത് ഒന്നും കൂടി റീകളക്ട് ചെയ്യാൻ പറ്റുമോ? എനിത്തിങ് യു ക്യാൻ തിങ്ക് ഓഫ്, എനി സ്പെസിഫിക് സ്മെൽ ഓർ സൗണ്ട്? അത് രമയെല്ലാം ഞാൻ ഉറപ്പുണ്ട്. പിറ്റേ ദിവസം നടക്കുന്ന കസിന്റെ കല്യാണത്തിന് തൃശ്ശൂരിലേക്കുള്ള യാത്രയിലെ രമയും പിടിച്ചു. അവർ പാലിയേക്കര ടോൾ പ്ലാസ ക്രോസ് ചെയ്യുന്ന ഫോട്ടോ അത്. ഓക്കെ, ठीक है. कैसे पता लगाएगा? एक तो इतना सब कुछ चल रहा है। ഒത്തിരി സാർ, നാട്ടിലെ പോലീസും ബുക്കാരൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഈ മലപ്പുറത്തിലേക്ക് കിട്ടിയത്. ഇവിടെ ഇതേ സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അത് എനിക്കറിയാലോ അവളുടെ അസുഖത്തെ കുറിച്ച്. ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പോലും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നിട്ടില്ല. അവന്മാർ എന്നോട് എന്തൊക്കെയാ ചോദിച്ചെന്നറിയും. സാർ, അവർക്ക് നല്ല പേടിയൊക്കെ മാറ്റുന്നു. എനിക്ക് പോലീസിനെ പേടിയാണ്. ഞങ്ങൾ കാശും പിടിക്കുള്ളവരാ. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഊരിക്ക് വരും. ഞങ്ങൾ വിട്ടുപോകുക. സാർ സഹായത്തിന് വരാനില്ല. ഞങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നടന്നാണെന്ന് കരുതിയാൽ മതി. അവളാണെങ്കിൽ രമയില്ലാത്തതുകൊണ്ടൊരു വല്ലാത്ത അവസ്ഥയിലാണ്. എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് കരുതിയോ പുറത്തിറക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയി 2 ദിവസമായി. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വള്ളി കിട്ടുമെന്ന് എന്റെ പൊന്ന് സാറ് സഹായം ചോദിച്ചു പഠിക്കുന്നത്. ഓക്കെ. കൊള്ളാല്ലേ? നല്ലതാ. ഇത് എവിടുന്ന മേടിച്ചേ? ഓൺലൈനാ. ഇവിടുത്തെ അഡ്രസ്സാ ഞാൻ കൊടുത്തേ. എനിക്ക് ഓൺലൈൻ വഴി ഒരു സാധനം വാങ്ങണം. പുതിയ ബ്രേസ്ലെറ്റ് ആണോ? എന്റെ ബ്രേസ്ലെറ്റ് അവിടെ? അത് കാണാൻ ചേച്ചി. അന്ന് നമ്മൾ ഒത്തിരി തപ്പിയിട്ടും കിട്ടിയില്ലല്ലോ. ഇനി അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ വെച്ച് വല്ലതും പോയതായിരിക്കും. ചേച്ചി, നമ്മൾ ഇതുവരെ കാറിൽ നോക്കിയിട്ടില്ല. സാറ് പിക്കപ്പ് ആയിട്ടില്ല ഫാം ഹൗസിൽ പോയത്? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ചേച്ചി. അന്ന് ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം കാറ് സർവീസിന് കൊടുത്തില്ലായിരുന്നോ? അത് ചേച്ചി ഓർക്കുന്നുണ്ടോ? ഇനി അവിടെ എങ്ങാനും പോയതായിരിക്കും. നമുക്ക് നമ്മളെ വരെ ഒന്ന് പോയാലോ? ബ്രേസ്ലെറ്റ് പോയ കാര്യം പ്രോജക്റ്റ് അറിയണ്ട കേട്ടോ. അത് ഞാൻ ഏറ്റു. ചേച്ചിയുടെ ബ്രേസ്ലെറ്റ് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. अरे रे रे रे, वो उधर ब्रेसलेट भी निकला ना. मैडम, അത് ഒരു കാര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചേച്ചിയുടെ കാറ് സർവീസിന് വന്നായിരുന്നപ്പോ അതിലൊരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. അതിപ്പോ കാണാനില്ല. കാർ നന്നാക്കിയവരോട് അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയായിരുന്നു എന്ന് ചോദിക്കാവോ? അതിലൊരു കാര്യം ഉണ്ടാവും. വഴിയില്ല മാഡം. വഴിയുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ വണ്ടി പണിഞ്ഞോമാരെ ചോദിക്കുന്നേ. അപ്പൊ അറിയാലോ. പതുക്കെ. അല്ല, നമുക്ക് നോക്കാം.
കഴിഞ്ഞ ആഴ്ചയായിരുന്നു. എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് കുഴപ്പമില്ല, വണ്ടി നമ്പർ പറഞ്ഞാൽ KL5 IZ 6842. ഓണർ റോയ്സ് തോമസ്. Yes. ഈ മാസം ഈ കാറിന്റെ സർവീസ് വന്നിട്ടില്ല മാഡം. 4 മാസം മുമ്പാണ് റൂട്ടീൻ സർവീസ് വന്നത്. सर्विस के लिए नहीं है क्या? ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ജോസ് ഡോക്ടറും ഭാര്യയും കൂടി ഇവിടെ എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ആഴ്ചയിലാണ്. കഴിഞ്ഞ ദിവസം എന്താ പ്രശ്നം? ഈ റോസ് ഡോക്ടറുടെ ഭാര്യയുടെ കൈ മുറിക്കാൻ ചെയ്യുന്നവരോട് ഞാൻ മിസ്സായി. എന്തായാലും ഞാൻ പറഞ്ഞ അത് നീ എന്തിനാ എന്നോട് ചോദിക്കുന്നു? അവരോട് ചോദിച്ചാൽ പോലെ. അവരല്ലേ അത് കാറൊക്കെ ഓടിച്ചു വന്നു. അവര് കാറൊന്നും ഓടിക്കൂല. അവര് കാർ ഓടിക്കില്ല. അവര് നല്ല അസലായിട്ട് കാർ ഓടിക്കും. हाँ? ഞാനല്ലാണ് അവരെ കാഷ്വാലിറ്റി കയറ്റി വിട്ടത്. നീ കള്ളുപിടിച്ച് ബോധം പോയി ആള് മാറിപ്പോയത്. എടാ എന്റെ ബോധവും പോയിട്ടില്ല, എനിക്ക് ആളും ആയിട്ടില്ല. ഇനി നിനക്ക് എന്തെങ്കിലും സംശയം നീ കാണാൻ ഞാൻ കാണിച്ചു തരാം. ആരാ കാർ കാണാൻ Okay, she drove the car. What all things are going on, yaar? Not a clear thing. രമേ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം. അതാ ഞാനും ആലോചിക്കുന്നത്. ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ? Man, this is getting more interesting now. They also found the bracelet with the dead body now. The girl is machine, she was there. She can drive the car, she can do a lot of things, but what is this? यार क्या She सीन क्या? don't remember anything. And वो किसी को हॉस्पिटल लेके गई थी देखा हाँ, तो तो शायद वही बंदा नहीं होगा जो मरा होगा. नहीं हाँ उसकी लाश तो बाहर मिली है ना. पता नहीं, there will be something ना. अरे रे it's still not, the picture is still not clear in my head now. It's still like, just We getting need more more clues, complicated. more yeah. interesting now. Yeah. Cool, but I am excited for this. So let's wait for more, guys. So meanwhile, take care. Bye bye.